ഉണ്ണിക്കിപ്പൊ നല്ല മാറ്റമുണ്ട്. കാർത്തൂനോടൊക്കെ സ്നേഹത്തിലാ ഇപ്പൊ പെരുമാറ്റം സംസാരമൊക്കെ. കണ്ണേട്ടനോടും ദേഷ്യം കാണിക്കുന്നില്ലല്ലോ. ഇപ്പൊ എനിക്ക് അവനെയും ഈ കരുണമാമ എന്ന് പറയുന്ന സാധനത്തിനെയും വിശ്വാസമില്ല. എപ്പോഴാ അവരൊക്കെ തിരിഞ്ഞു കൊത്തുന്നെന്ന് പറയാൻ പറ്റില്ല. ഞാൻ എന്റെ അനിയനെ എന്നേക്കാൾ കൂടുതൽ വിശ്വസിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ അനിയനൊക്കെ മരിച്ചുപോയി. ഇപ്പൊ അവന്റെ നിഴല് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പോയി. ആ എന്തായാലും ഇപ്പൊ കരുണമാമയ്ക്കുണ്ടായതുപോലെ അവന്റെ പിരി ഇളകാതിരുന്നാ കൊള്ളാം. ഉണ്ണിക്ക് നേരാമണം ഭക്ഷണം പോലും അവര് കൊടുത്തു കാണില്ല. അവൻ കടയിലോട്ട് വന്നാ അവൻ ആവശ്യമുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കായിരുന്നു. പക്ഷെ വരില്ലല്ലോ. നമുക്ക് ആരോടും ദേഷ്യവും വൈരാഗ്യമൊന്നും ഇല്ലല്ലോ അമ്മേ. ഉണ്ടെങ്കിൽ തന്നെ അതൊന്നോ രണ്ടോ ദിവസമേ നിലനിൽക്കൂ. അത് കഴിഞ്ഞാൽ നമ്മളെല്ലാം മറക്കും. എന്നാ ജീവിതകാലം മുഴുവൻ വിഷം ഉള്ളിക്കൊണ്ട് നടക്കുന്ന മനുഷ്യരുണ്ട്. അത്രക്കാരെ ഭയക്കേണ്ടത്. എല്ലാം ഉണ്ടാക്കിയതാണല്ലോ അമ്മായി. ഇന്ന് രാത്രിയിൽ എന്താ ഉണ്ടാക്കുന്നേ? അത്താഴത്തിനെ ചപ്പാത്തിക്കൊപ്പം കഴിക്കാൻ പുതിയൊരു കറി ഉണ്ടാക്കുക. ഇളയ മരുമോൾക്കൊപ്പം പോയ ശേഷം അമ്മായിയും പരീക്ഷണത്തോട് പരീക്ഷണമാണല്ലോ. കാർത്തു ഉണ്ടാക്കിയതൊക്കെ ഞാൻ പരീക്ഷിച്ചോണ്ടിരിക്കുക. കൂടെ നിന്നാ മോക്കും പഠിക്കാം. എനിക്കിതൊന്നും തലയിലോട്ട് കേറുന്നില്ല അമ്മായി. തലയിലോട്ട് കേറാത്തതേ ഇതിനോട് താല്പര്യമില്ലാത്തോണ്ടാ. എന്തിനാ വെറുതെ ഓരോരോ ജോലിക്കാരികളെയൊക്കെ വെക്കുന്നത്? ഇപ്പോഴത്തെ മോളുടെ അവസ്ഥയിൽ അത് വേണം. പക്ഷേ കുഞ്ഞൊക്കെ ജനിച്ചു കുറച്ചു കഴിഞ്ഞാല് ഒറ്റയ്ക്ക് വീട് നോക്കാൻ പഠിക്കണം. അങ്ങനെയാണെങ്കിൽ സമയം പോകുന്നത് അറിയില്ല. ഒന്നും ചെയ്യാതെ വീട്ടിനകത്തിരിക്കുമ്പോഴാ ഓരോരോ ചിന്തകളൊക്കെ മനസ്സിൽ കടന്നുകൂടുന്നത്. ശരിക്കൊന്ന് ആലോചിച്ചാ രാവിലെ മുതൽ ഉച്ച കഴിയുന്നതുവരെ ചെയ്യാനുള്ള പണിയൊക്കെ ഈ വീട്ടിനകത്തുണ്ട്. അത് കഴിഞ്ഞാ പിന്നെ പുറത്തു പോകുന്നവർ തിരിച്ചു വരുമല്ലോ. അപ്പൊ പിന്നെ ഒരു മുഷ്ടിലും ഉണ്ടാവത്തില്ല. ഇന്നത്തെ കാലത്ത് പട്ടണത്തിലുള്ള പിള്ളേർക്കെല്ലാം പുറത്തുപോയി എന്തെങ്കിലും കഴിക്കുന്നതിനോടാ താല്പര്യം. ഇപ്പൊ ഗ്രാമത്തിലോട്ടും അത് പടരുന്നുണ്ട്. എന്നാ കാർത്തൂനി അരുണ് എപ്പോഴും നിർബന്ധിക്കും, നമുക്ക് പുറത്തുപോയി ഭക്ഷണം കഴിക്കാം, ഒരു സിനിമ കാണാം എന്നൊക്കെ. ഒരു തരത്തിലും ആ കൊച്ചു പോകത്തില്ല. കണ്ണേട്ടന് അങ്ങനെയായിരിക്കും കാർത്തൂനെ പഠിപ്പിച്ചത്. അതെ അതെ, അമ്പലവും വീടും അതാണ് കാർത്തൂന്റെ ലോകം. പിന്നെ കാർത്തൂനെ വിളിച്ചായിരുന്നോ അമ്മായി? ആ വിളിച്ചു. അങ്ങോട്ടല്ല ഇങ്ങോട്ട്. ഞങ്ങള് സംസാരിക്കുകയും ചെയ്തു. അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്തു കുഴപ്പം? അല്ല, അമ്മായി ഇങ്ങോട്ട് വന്നതിന്റെ നിരാശയൊന്നും ഇല്ലല്ലോ എന്നാ ഞാൻ ചോദിച്ചത്. അതുണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ മോളെ. പിന്നെ അരുൺ വന്നു കഴിഞ്ഞാ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഞാൻ അവിടുന്ന് പോകുന്നതിന്റെ നിരാശയൊക്കെ 2-3 ദിവസം കാണും. പിന്നെ വീട്ടിനകത്ത് ആളില്ലെങ്കിൽ കണ്ണന്റെ അമ്മ മിക്കപ്പോഴും അവിടെ വന്ന് നിൽക്കാറുണ്ട്, അരുൺ വരുന്നത് വരെ. ആ ഏതേലും കാർത്തൂനെ വിളിക്കുമ്പോ മറ്റേ കാര്യം പറഞ്ഞേക്ക്. എന്നെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ അടുത്ത് പോകുന്ന കാര്യം. നമ്മുടെ കുടുംബത്തിലെ 2 കൊച്ചുമക്കളുണ്ടായ മൊത്തത്തിൽ നല്ല രസമായിരിക്കുമല്ലോ. മാളുവിന്റെ കല്യാണം കഴിഞ്ഞാ പിന്നെ 3 കൊച്ചുമക്കളാ. അതൊരു വിഷമം പിടിച്ച കാര്യം മോളെ. വയറ്റില് പൊള്ളലേറ്റതുകൊണ്ടും കരളും മാറ്റിവെച്ചതുകൊണ്ടും ഇനി ഒരു കല്യാണത്തെപ്പറ്റി ചിന്തിക്കണ്ടെന്നാ മാളു പറയുന്നേ. ദേവയും ശരത്തും അക്കാര്യത്തിൽ വലിയ വിഷമത്തിലാ. ഞാനും കാർത്തും കൂടി നിർബന്ധിച്ചോളാം. കാർത്തു പറഞ്ഞ അവൾ എന്തും കേൾക്കുമല്ലോ. നിങ്ങളും 3 ഒത്തൊരുമയോടെ ഒരു വീട്ടിൽ ഒന്നിച്ച് കഴിയുന്നത് ദേവയ്ക്കും അവളുടെ അച്ഛനും ഒക്കെ വലിയ സന്തോഷായിരിക്കും. അങ്ങനെ ഒരു ദിവസം വരണേന്ന് ദേവ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ജീവേട്ടാ, എന്നോട് വരാൻ പറഞ്ഞിട്ട് എവിടെ പോയി? ജീവേട്ടാ,
ശ്ശേ, പാവം, നല്ല ഉറക്കം. ദേവയെ ഫേസ് ചെയ്യാൻ കഴിയാതെ അകത്ത് കിടക്കുക ജീവേട്ടൻ. നിങ്ങൾ തമ്മിലുള്ള അടുപ്പവും സ്നേഹവും ഒക്കെ എനിക്കറിയാം. എന്നാ അതിനു മുന്നേ തന്നെ ഞങ്ങൾ അടുത്തതാ. പിരിയാൻ കഴിയാത്ത വിധം. ഇനിയിപ്പോ അയാളെ വിട്ടുകളയാനൊന്നും പറ്റില്ല. അങ്ങനെ വന്നാ എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് അച്ഛനില്ലാതെ ആവും. എനിക്കിത് 4-ാം മാസമാ. എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ വിവാഹം നടത്താന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ ഈ കുഞ്ഞിനെ കളയാതിരുന്നത്. ദയവേത് എന്നെയും എന്റെ കുഞ്ഞിനെയും അനാഥരാക്കരുത്. ഇപ്പൊ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഏതാണ്ട് പുറത്തായിരിക്കുക. ഇനി എന്റെ കല്യാണം കഴിയുന്നതിന് മുൻപ് ഞാനൊരു അമ്മയായ എല്ലാവരും എന്നെ തള്ളിക്കളയും. പിന്നെ ജീവിക്കാൻ മാർഗമില്ല. പ്രസവിച്ച കുഞ്ഞിനെ ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടുവച്ചിട്ട് ആത്മഹത്യ ചെയ്യുക നിവൃത്തിയുള്ളൂ. കൊള്ളാം, മിടുക്കി. വലിയ ചതിയായി ചെയ്ത്. ആ ചതിക്ക് നീ കൈപ്പറ്റിയത് വലിയൊരു തുകയാ. പ്രണയത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് പെണ്ണെ. പ്രേമിച്ച പെണ്ണിനെ കിട്ടാൻ വേണ്ടി രാജാക്കന്മാര് പോലും യുദ്ധം ചെയ്തിട്ടുണ്ട്. രാജ്യങ്ങൾ തമ്മിൽ പടവെട്ടിയിട്ടുണ്ട്. പിന്നെ സാധാരണക്കാരിൽ സാധാരണക്കാരനായി ഞാൻ ചെയ്തതാണ് അത്ഭുതം. അയാളൊരു പാവ സ്ത്രീയോട് മനുഷ്യൻ ചെയ്യാത്ത പ്രവൃത്തികളൊക്കെ ചെയ്തിട്ട് ഇപ്പൊ വന്ന് മറ്റൊരാളുടെ തലയെ കെട്ടിവെക്കുക. ഏട്ടന്റെ കഥകളൊക്കെ കേട്ടിട്ട് അനിയൻ ഏട്ടനെ വെള്ളം പൂശാൻ നോക്കുകയാണോ? അങ്ങനെയല്ല പാപ്പേട്ട. ഈ പറയുന്ന സമയത്ത് തല്ലുകൊണ്ട് അവശനായി എന്റെ ഏട്ടൻ കുറെ ദിവസം ഒരു നാട്ടുവൈദ്യന്റെ ചികിത്സയിലായിരുന്നു. അത് ശരിയായിരിക്കും. അരുണ്ട് അച്ഛൻ അയാളെ തല്ലി ചതച്ചു കാണും. അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഞങ്ങൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അയാളെ കൊല്ലത്തില്ലായിരുന്നോ? ഞാൻ കണ്ണേട്ടനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ വീട്ടിൽ എന്നേക്കാളും നന്മയുണ്ടായിരുന്ന എന്റെ ഏട്ടനായിരുന്നു. കുട്ടിക്കാലത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിക്കായിരുന്നു. എന്നാ എന്റെ ഏട്ടന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അയാള് വലിയ പുസ്തകപ്പുഴുവായിരുന്നു കാണും. അതുകൊണ്ടല്ലേ പഠിച്ച് ഡോക്ടറായത്. എടാ, നിനക്കറിയാവുന്ന മറ്റൊരു ഡോക്ടർ ഉണ്ടായിരുന്നല്ലോ, കണ്ണൻ ചോര നീരാക്കി പഠിപ്പിച്ച സ്വന്തം അനിയൻ. അവനെ പുസ്തകം മൊത്തത്തിൽ വിഴുങ്ങായിരുന്നു. എന്നിട്ട് സ്വഭാവം നന്നായോ? പഠിപ്പുണ്ടെന്ന് കരുതി ഒരുത്തം നന്നാവാൻ പോകുന്നില്ല. എന്റെ സ്വഭാവം നിങ്ങൾക്കൊക്കെ അറിയാലോ. കണ്ണേട്ടാ, അങ്ങനെയുള്ളപ്പോ എന്റെ ഏട്ടന് ഈ പറയുന്ന വൃത്തികേടുകളൊക്കെ കാണിക്കാൻ പറ്റുമോ? പപ്പൻ പറഞ്ഞതിനകത്ത് അതിനുള്ള ഉത്തരവുണ്ട്. നീ എന്നെ സ്വന്തം ഏട്ടനെ പോലല്ലേ സ്നേഹിക്കുന്നേ? നിന്റെ ഏട്ടനേക്കാളും എന്നെ നിനക്ക് ഇഷ്ടമല്ലേ? അങ്ങനെയുള്ള എന്റെ അനിയൻ നല്ലവനാണോ? ഒരേ ചോരയാ. അതുകൊണ്ട് നീ നല്ലവനാണെന്ന് കരുതി നിന്റെ ഏട്ടൻ അങ്ങനെ ആവണമെന്നില്ല. അങ്ങനെയല്ല കണ്ണേട്ടാ, എന്തൊക്കെ പൊരുത്തക്കേടുകളുണ്ട്. അരുൺ സാറിന്റെ അപ്പച്ചയെ പോലെ കുടുംബത്തിൽ പിറന്ന ഒരു സ്ത്രീയെ ഒരു കാരണവശാലും എന്റെ ഏട്ടൻ വേണ്ടെന്ന് വയ്ക്കില്ല. ഓ, അപ്പൊ അവരൊക്കെ പറയുന്നതാ കള്ളം. എന്ന് ഞാൻ പറയുന്നില്ല. കണ്ണേട്ടൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. തെറ്റ് ചെയ്തിട്ടാണോ കണ്ണേട്ടൻ അങ്ങനെ ഒരു വിധി ഉണ്ടായത്?
കണ്ണേട്ടന്റെ കടയിൽ കഞ്ചാവ് വെച്ചത് കണ്ണേട്ടന്റെ അറിവോടുകൂടി തന്നെയാണോ? തെറ്റിദ്ധാരണ പരത്താനും ചതിക്കാനും ഇടയ്ക്ക് ആൾക്കാരുണ്ടെങ്കിൽ അതല്ല അതിനപ്പുറം സംഭവിക്കും കണ്ണേട്ട. അതുപോലെ തന്നെ തെറ്റ് ചെയ്തിട്ടല്ല ഞാൻ ജയിലിൽ കിടന്നത്. മതി മതി മതി. അരുണിന്റെ അപ്പച്ചയോട് കണ്ണിച്ചോരയില്ലാത്ത പ്രവൃത്തികൾ ചെയ്തത് നിന്റെ ഏട്ടനാ. അയാൾ സ്വന്തം ഏട്ടനായതുകൊണ്ട് നിന്റെ മനസ്സൊന്ന് പാളിപ്പോയി. ഇനിയിപ്പോ ഏട്ടനൊപ്പം നിന്ന് അയാളെ ന്യായീകരിക്കാനായിരിക്കും നിന്റെ ശ്രമം. എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷേ അയാൾ ഒരാളെ ഇപ്പൊ തെരഞ്ഞുകൊണ്ടിരിക്കുക. ആ ആളെ കണ്ടെത്താൻ വേണ്ടിയാ നിന്റെ മുമ്പിൽ ഇങ്ങനെ കഥ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ കാർത്തൂനെ കുറിച്ച് ഒരു അക്ഷരം പോലും അയാളോട് പറഞ്ഞു പോരുത്. കണ്ണേട്ടനെയും കടയിൽ തിരക്കിരുന്നു. അപ്പൊ പറമ്പി കാണുന്നു പറഞ്ഞു. പറമ്പി ചെന്നപ്പോ അവിടെയില്ല. ഞാൻ ഇടയ്ക്ക് ഒരു കൂട്ടുകാരനെ കാണാൻ വേണ്ടി കരുതാ. ഒരു ജയിൽ പുള്ളിയെ കാണാൻ പോയതാ. ജയിലിൽ ഒന്നിച്ചുണ്ടായിരുന്ന കൂട്ടുകാരനെ. അതാരാ കണ്ണേട്ടാ? അയാളെ പറ്റി പറഞ്ഞാ അത് നിങ്ങളാരും അറിയില്ല. ഞാൻ ചായ എടുക്കാം. വേണ്ട മോളെ. എന്നാ കുറച്ച് മോരെടുക്കാം. അരുണിക്ക് വന്നേ. എന്താ കണ്ണേട്ടാ? അരുണേ, മഞ്ജു തന്റെ മകളല്ലെന്നറിഞ്ഞ ജീവനിപ്പോ അയാളുടെ യഥാർത്ഥ മകളെ തേടി അലയുക. നമ്മളൊന്ന് സൂക്ഷിക്കണ്ടേ? അവൻ ഇങ്ങോട്ടെങ്ങനെ വന്ന തല്ലുകൊണ്ടേ പോവുള്ളൂ. അവർക്കിടയിൽ നടന്ന സംഭവങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ അരുണേ. ആരുടെ ഭാഗത്താ സത്യം അറിയില്ല. അതെന്താ കണ്ണേട്ടാ ഇപ്പൊ അങ്ങനെ പറയുന്നേ? ഏയ് ഒന്നുമില്ല. പിന്നെ ഇത്രയും നാളായി മഞ്ജു അയാളുടെ മകളല്ലെന്ന് അയാൾ തിരിച്ചറിഞ്ഞും കഴിഞ്ഞു. പക്ഷെ ഇതുവരെയും കഴിഞ്ഞ കാല സംഭവങ്ങളൊന്നും അയാൾ മഞ്ജുവിനോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അയാളുടെ സ്വഭാവം നന്നാവോ? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കണ്ണേട്ടിന് നല്ല ടെൻഷൻ ഉണ്ടല്ലോ. ഇവിടേക്ക് എങ്ങാനും അയാൾ കയറി വരുമെന്നൊരു പേടി. എന്തായാലും കാർത്തു എന്റെ സ്വന്തം അനിയത്തിയാണെന്നാ പറഞ്ഞിരിക്കുന്നേ. പക്ഷെ കാർത്തു അനാഥയാണെന്ന് നിസ്സാരമായിട്ട് അയാൾക്ക് അറിയാൻ കഴിയും. അതിന് ചിലപ്പോ അരുണിന്റെ ഏട്ടത്തി തന്നെ പറഞ്ഞെന്ന് വരും. അല്ലെങ്കിൽ വേറൊരുത്തി ഉണ്ടല്ലോ അവിടെ, പവിത്രയുടെ ഏട്ടത്തി. അവര് പറഞ്ഞാലും മതിയല്ലോ. കണ്ടേട്ടാ, ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് നല്ല ദാഹം ഉണ്ടെന്ന് തോന്നല്ലോ. നല്ല ദാഹം ഉണ്ടായിരുന്നു. എന്നാ പിന്നെ ഞാൻ പോയിട്ടാ. ഉച്ചയൂണിന് വന്നതാ സാറ്. ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ട് പോയാ പോരെ? അപ്പൊ പിന്നെ വീട്ടിൽ വെച്ച ചോറ് എന്ത് ചെയ്യും? ശരി. അവൾക്ക് ഒരു കുഴപ്പമില്ല. അവള് പയറ് പോലെയാ സംസാരിക്കുന്നേ. ഞാനും അവളോട് സംസാരിച്ചെന്നേ. വൈദ്യന് 5000 രൂപ കൊടുത്തത് ഭാഗ്യമായി. മുഴുവനും കൊടുത്തിരുന്നെങ്കിൽ പെട്ടുപോയനെ. അയാൾ എന്തേലും പറ്റിച്ചു കളഞ്ഞല്ലോ അനന്തുവേട്ടാ. ചിലപ്പോ കുറച്ചുകൂടെ കഴിഞ്ഞാ എഫക്ട് ചെയ്ത് തുടങ്ങുമായിരിക്കും. എന്ത് തുടങ്ങുമെന്നു? പാലിലും മോരിലും കലക്കി കൊടുത്താ ഉടനടി ഫലം കാണുമെന്നാ പറഞ്ഞത്. മോരിനകത്ത് ബെസ്റ്റ് എന്നാ പറഞ്ഞത്. അവിടെ ചെന്നപ്പോ അതിനകത്ത് തന്നെ കലർത്താൻ പറ്റി. അത് മഹാഭാഗ്യമായെന്നാ ഞാൻ കരുതിയത്. ഇപ്പൊ ദേ മോര് കുടിച്ചവളെ സുഖിച്ച് നടക്കുവാ. പിന്നെ നേരിയൊരു ആശ്വാസം ഉണ്ട് കേട്ടോ. അവൾക്കിപ്പോ ഒരു തലവേദന ഉണ്ടെന്ന് പറഞ്ഞു. അതെന്താ നീ പറയാതിരുന്നത്? അപ്പൊ മാറ്റം തുടങ്ങി. എങ്കിലും സംസാരത്തിലത് തോന്നിയില്ല. എല്ലാം ശരിയാവും മഞ്ജു. കാര്യങ്ങൾ നമ്മുടെ വഴിക്ക് വരും. ഇവിടെ ഇരുന്നിട്ട് ശരിയാവും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് നമ്മൾ അവിടേക്ക് തന്നെ പോണം. ഇപ്പൊ തന്നെ ഒന്ന് പോയാലോ? അത് വേണോ? വേണം. തലവേദനയാണെന്നല്ലേ പറഞ്ഞത്. പിന്നെ പോയാലെന്താ? അങ്ങനെയൊക്കെ ചെല്ലുന്നത് അവർക്ക് സംശയമാകത്തില്ലേ? അങ്ങനെയൊന്നും ഇല്ലെന്നേ. നമുക്ക് പെട്ടെന്ന് പോയിട്ട് കാര്യങ്ങൾ അറിഞ്ഞിട്ട് വരാം. നിന്റെ എടുത്തിയാട്ടമുണ്ടല്ലോ, എല്ലാം തകിടം മറിക്കും. അവിടെ ചെന്ന് അവളെ കണ്ടാലേ എനിക്ക് മനസ്സമാധാനാവൂ. മഞ്ജു, എന്തായാലും കുറച്ച് കഴിയട്ടെ. നീ ഇവിടെ വന്നു കഴിഞ്ഞാ എല്ലാവരും കൂടുതൽ സംശയിക്കും. നമ്മൾ പോകുന്നത് വെറും കൈയോടെയല്ലേ? പിന്നെന്താ സംശയിക്കാനാ? കലർത്തേണ്ടത് മാന്യമായിട്ട് കലർത്തി കഴിഞ്ഞു.
പിന്നെ മുറിവൈദ്യനെ തേടി പിടിച്ചതേ അനന്തുവേട്ടനാ. എടി അവിടേക്ക് എന്നെ പറഞ്ഞു വിട്ടവൻ തറപ്പിച്ചു പറഞ്ഞു 100% റിസൾട്ട് ആണെന്ന്. അവൻ എന്തെങ്കിലും കമ്മീഷൻ കാണും, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. അവൻ അങ്ങനെയുള്ള ആളൊന്നുമല്ല. ആൾക്കാരെ അളക്കാൻ അനന്തുവേട്ടൻ അറിഞ്ഞൂടാ, അതുകൊണ്ടാ ഇങ്ങനെ ആയിപ്പോയത്. ഇപ്പൊ എന്തായി? കിട്ടാനുള്ള സ്വത്ത് പോലും കിട്ടത്തില്ല. അങ്ങനെ ഒരു പ്രയോജനം ഉണ്ടായി. നീ ചുമ്മാതിരിക്കും മഞ്ജു. അവൾക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ അവള് മോര് കുടിച്ചു കാണില്ല. എന്തായാലും മോര് ഇഷ്ടപ്പെടുന്നവള് ഇത്തിരിയെങ്കിലും കുടിക്കാതിരിക്കോ? നീ അരുണിന് കുഴപ്പമുണ്ടോന്ന് മറ്റോ ചോദിച്ചായിരുന്നോ? ഇനി അവൻ അതെടുത്ത് കുടിച്ചോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അവന് മോര് വലിയ ഇഷ്ടാ. അങ്ങനെയാണെങ്കിൽ വിളിച്ചപ്പോ അത് പറയണ്ടേ? ആകെ കൂടി ഒരു എത്തും പിടിയും കിട്ടുന്നില്ല, അതുകൊണ്ടാ നേരിട്ട് പോവാന്ന് പറഞ്ഞത്. പോകാം, കുറച്ച് കഴിഞ്ഞിറങ്ങാം. എന്റെ പഠിച്ചോനെ അറിയട്ടെ. എന്തൊരു ബഹളം? പപ്പ, ഇയാള് 2000-ന്റെ നോട്ട് കത്തിച്ച്. എന്തായി കാണിച്ചെന്ന്? ഇത് കാരണം ആൾക്കാര് തമ്മിൽ തല്ലുക, രക്തബന്ധത്തിൽ ഉള്ളവർ പരസ്പരം കലഹിക്കുക. അതോർത്തപ്പോ എനിക്ക് കലിയടക്കാൻ പറ്റിയില്ല. കണ്ടില്ലേ ചാമ്പലായി കിടക്കുന്നത്? അങ്ങനെ തന്നെ വേണം. ഒരു നോട്ടും നമ്മൾ മനുഷ്യന്മാർക്ക് മുകളിലേക്ക് പോകാൻ പാടില്ല. വിളണം. എടാ, നമ്മുടെ ശോശാമ്മയുടെ പറമ്പി തേങ്ങ ഇടാൻ പോയായിരുന്നോടാ? എന്നിട്ട് എത്ര തേങ്ങ ഉണ്ടായിരുന്നടാ? ഇവനൊക്കെ അഭിനയിക്കാണോ ദീപ? എടാ, എത്ര തേങ്ങ ഉണ്ടായിരുന്നെന്ന്? മഞ്ജു മകളെല്ലാം അറിഞ്ഞതോടെ വീണ്ടും അയാൾ തിരയാൻ തുടങ്ങി സ്വന്തം മകളെ. ഒരിക്കലും ഒരു പെൺകുട്ടിയെ ചതിച്ചവൻ പിന്നെ എന്തിനാ സ്വന്തം കുഞ്ഞിനെ തേടി നടക്കുന്നത്? അത് തന്നെയാണ് ഞാനും ആലോചിച്ചോണ്ടിരുന്നത്. പക്ഷേ ഇപ്പൊ ദീപനോട് അന്ന് നടന്നതൊക്കെ അയാൾ പറഞ്ഞു. ദേവനന്ദയെ മോഹിച്ച ഒരു കൂട്ടുകാരൻ ജീവനെ ചതിച്ച കഥ, ദേവനന്ദയ്ക്കും ജീവനോടയിൽ തെറ്റിദ്ധാരണ പരത്തിയ കഥ. പക്ഷേ അത് ഞാൻ വിശ്വസിച്ചിട്ടില്ല. അയാൾക്ക് ഈ പറയുന്നത് പോലെ തെറ്റ് ചെയ്യാൻ പറ്റൂ? എന്തോ അറിയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ എല്ലാരോടും കാർത്തു എന്റെ അനിയത്തിയാണെന്ന് പറഞ്ഞു നടക്കുന്നത്. മോൾ അനാഥയാണെന്ന് അറിഞ്ഞാ അയാള് പാഞ്ഞെത്തും കാർത്തുവിന്റെ അടുത്തേക്ക്. അതറിയാതിരിക്കോ? പത്മിയേച്ചി ഉൾപ്പെടെ പലർക്കും എല്ലാ കഥകളും അറിയാവുന്നതല്ലേ. അവരാണെങ്കി ഇപ്പോ മഞ്ജുവിന്റെ വീട്ടിലെ ജോലിക്കാരിയാ. അതെ, നടന്നതൊക്കെ അറിയാൻ അയാൾക്ക് പല മാർഗങ്ങളും ഉണ്ട്. ദീപൻ തന്നെ അയാളോടെല്ലാം പറയില്ലേ? ഹേയ്, ദീപൻ ഒരിക്കലും പറയില്ല. പക്ഷെ നീ പറഞ്ഞതുപോലെ പത്മിനേച്ചി ഉൾപ്പെടെ പലരെയും നമ്മൾ ഭയക്കണം. എന്തൊക്കെയായാലും എനിക്ക് കാർത്തൂനെ കാണാൻ തോന്നുക. ഈ കഥകളൊക്കെ പറയാനാണോ? എന്നോട് മറ്റുള്ളവരെ അറിയരുതെന്ന് പറയുന്ന ഒന്നും ഞാൻ ആരോടും പറയില്ലല്ലോ. പിന്നെ ഇത്രയും നാളിത് മൂടി വെച്ചോണ്ട് നടന്നില്ല. എനിക്ക് വിഷമം. ഇപ്പൊ കാർത്തൂന് അമ്മയുണ്ട്, അച്ഛനും ഉണ്ട്. അമ്മയേ ഉള്ളൂ, അച്ഛനില്ല.
അതെപ്പോഴും ഓർത്തോണം. എന്തായാലും ഞാൻ കാർത്തൂനൊന്ന് കണ്ടിട്ട് വരട്ടെ. മഞ്ജു അനന്തും പോയിട്ടുണ്ട് കാർത്തൂനെ കാണാൻ. അതിനെ നമ്മൾ ഭയന്നേ മതിയാവൂ. ഇവിടെ തെറ്റ് കാർത്തു ചേച്ചിയുടെ ഭാഗത്ത് തന്നെയാണമ്മേ. അപകടം മുന്നിലുണ്ടെന്ന് ചേച്ചിക്ക് അറിയാം. പിന്നെന്തിനാ അവരെ സ്വീകരിക്കുന്നത്? സ്വത്ത് കിട്ടില്ല എന്ന് മോളുടെ മുത്തശ്ശൻ ഉറപ്പിച്ചു പറഞ്ഞ ശേഷം ഉണ്ടായ മാറ്റാ ഇത്. ശരിക്കും അനന്തുവേട്ടൻ അരുണേട്ടന്റെ ഏട്ടൻ തന്നെയാണോ? അല്ല, എന്റെ ചേച്ചിയാണ് മഞ്ജു ചേച്ചിന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ ഇനി അനന്തുവേട്ടനെ സംശയിക്കണം. കുട്ടിക്കാലം മുതലേ അരുണിനെ പോലെ അല്ലല്ലോ അനന്തു. അവന് കുറച്ച് സ്വാർത്ഥത കൂടുതലാ. പിന്നെ പണത്തിനോട് കുറച്ച് ആർത്തിയുള്ള കൂട്ടത്തിലാ. അല്ലെങ്കിൽ ഇപ്പോ മഞ്ജുവിനെ കാര്യങ്ങൾ പറഞ്ഞു തിരുത്തുമായിരുന്നു. കാർത്തു വെച്ച് അവരെന്തെങ്കിലും ചെയ്താ പിന്നെ ബന്ധവും സ്വന്തമൊന്നും ഞാൻ നോക്കില്ല. അവർക്കെന്തെങ്കിലും കൊടുത്ത് ഞാൻ കൊല്ലും. മോൾക്കിപ്പോ സ്വന്തം ചേച്ചിയേക്കാൾ ഇഷ്ടമാണല്ലോ കാർത്തൂനെ. അങ്ങനെ തന്നെ. മഞ്ജു ചേച്ചിയില് ഒരു നന്മയുമില്ല. ഞാൻ പറയുന്നത് സത്യ. അവര് അമ്മയുടെ മോളല്ല. അങ്ങനൊരു സംശയം എനിക്കിപ്പോ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇടയ്ക്ക് പറയായിരുന്നു ഡോക്ടർ ജീവന് അവരെ മകളെ പോലെയാണെന്ന്. എന്നാ പിന്നെ അയാളെ പോലെ സ്വഭാവദൂഷ്യമുള്ള ഒരാള് മഞ്ജുവച്ച മകളായിട്ട് എടുത്തോട്ടെ. നമ്മുടെ കുടുംബത്തില് അങ്ങനെ ഒരു അംഗം ഇല്ലാത്തതാ നല്ലത്. അങ്ങനെയൊന്നും പറയില്ലേ മോളെ. അവന്റെ പേര് പോലും ഇവിടെ സംസാരിക്കാൻ പാടില്ല. പക്ഷെ ഈ പറയുന്ന ജീവൻ കാർത്തുവച്ചിയുടെ ജീവൻ എടുക്കാൻ വേണ്ടി എന്തെങ്കിലും രണ്ടാളുടെയും കയ്യിൽ കൊടുത്തു വിടുമെന്ന് നമ്മൾ സംശയിക്കണം. തുടങ്ങി. അവരല്ല, ഞങ്ങളും. നിങ്ങൾ തന്ന മരുന്ന് കഴിച്ചവർക്ക് ഒരു കുഴപ്പമില്ല. അവൾ ഇപ്പോഴും പഴയതിനേക്കാൾ സന്തോഷത്തോടെ കഴിയുക. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അന്ന് 15,000 എണ്ണി തന്നിരുന്നെങ്കിലേ ഞങ്ങളിന്ന് കൂടുതൽ ദുഃഖിച്ചേനെ. ദേ കൊച്ചേ, മരുന്നും വാങ്ങി പോയിട്ട് അതിന്റെ ഫലം കിട്ടിയതിന് ശേഷം പണം തരാതിരിക്കാൻ വേണ്ടി വേലയിറക്കല്ലേ? വേലയിറക്കിയതല്ല, അതിന്റെ ആവശ്യവും ഞങ്ങൾക്കില്ല. നിങ്ങൾ തന്ന മരുന്നുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രയോജനം ഉണ്ടായില്ല. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ആ മരുന്ന് ഞാൻ അങ്ങനെ ആർക്കും കൊടുക്കാറില്ല. ഇനി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുപോയവരെ 15,000 അല്ല 25,000 തന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ബാക്കി പൈസ തരാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്കറിയാൻ തരത്തില്ലെന്ന്. എന്റെ വൈദ്യരെ, ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരു പ്രയോജനം കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ അത് മറ്റാരെങ്കിലും കഴിച്ചിരിക്കും. എന്തിലാ നിങ്ങളത് കലർത്തിയത്? മോരിൽ തന്നെയാ കലർത്തിയത്. എന്നാൽ ആ മോര് കുടിച്ചത് മറ്റാരെങ്കിലും ആയിരിക്കും. ആഹാ, ജയിലിൽ നിന്നൊക്കെ ഇറങ്ങിയോ? ചേട്ടനോടാ ചോദിച്ചേ. ഞാൻ ജയിലിൽ പോകാൻ എന്താടാ? നിന്റെ അമ്മായി തന്നെ കൊന്നോ? നിങ്ങള് കണ്ണന്റെ മാമനല്ലേ? അല്ലടാ, ഞാൻ കണ്ണന്റെ മാമനല്ല, കണ്ണിമാങ്ങായ കണ്ണിമാങ്ങ. നീ കണ്ണിമാങ്ങ അച്ചാർ കൂട്ടിട്ടുണ്ടോടാ? കൂട്ടിട്ടുണ്ടോടാ? നമുക്ക് പോകാൻ വട്ടാ. ആണെങ്കിൽ നീ അത് മാറ്റി തരുവോടി? എടീ, നീ വട്ടിന് ചികിത്സിക്കുന്ന ഡോക്ടറാണോടി? അങ്ങനെയാണെങ്കിൽ നീ ഇവനെ വേണം ആദ്യം ചികിത്സിക്കാൻ. എടാ, നിനക്ക് മറവി രോഗമുണ്ടോ? എടാ, ഒരാളെ കണ്ടപ്പോഴേ ചോദിക്കുക ജയിലിൽ നിന്നാണോ വന്നതെന്നും. ജയിലെന്താടാ, ടൂറിസ്റ്റ് കേന്ദ്രമാണോ ആൾക്കാർക്ക് പോകാൻ? നിങ്ങൾ ജയിലിൽ കിടന്നതും അവിടുന്ന് പരോളിൽ ഇറങ്ങിയപ്പോ വീട്ടിലുള്ളവർക്ക് വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചതും ഒക്കെ എന്റെ അമ്മായി എന്നോട് പറഞ്ഞായിരുന്നു. നിന്റെ അമ്മായിയാണോ നിന്റെ അമ്മൂമ്മയാണോ പറഞ്ഞത്? എനിക്ക് അമ്മൂമ്മയില്ലായിരുന്നു. അവരെ നീ കൊന്നതാ. കാശ് വല്ലതും ഉണ്ടോ കയ്യില്? എന്തിനാ? ചുമ്മാ കാശുണ്ടെങ്കിൽ ചുമ്മാ കത്തിച്ച് കളയാമല്ലോ. ഇയാൾ എത്രയും പെട്ടെന്ന് വല്ല ഡോക്ടറെ പോയി കാണും. തലക്കേ സാരമായ കുഴപ്പമുണ്ട്. ആർക്കാടാ തലയ്ക്ക്? ഒരു കുഴപ്പമില്ലാത്ത എന്നെ വട്ടനാക്കുന്നു. ഉടുപ്പെല്ലാം വലിച്ചു കീറൂടാ. കാറിന് കൈ കാണിച്ചപ്പോ പരിചയമുള്ളതുകൊണ്ടാ നിർത്തിയത്. എവിടെയാടാ പരിചയം? പരിചയക്കാരനല്ലാത്ത എന്നെ പരിചയക്കാരനാക്കിയാൽ നിനക്കാടാ വട്ട്. നീ ഈ വട്ടറയും കൊണ്ടാണ് പോകുന്നത്. എടേ, നിനക്ക് എവിടെന്നെങ്കിലും തല്ല് കിട്ടുപടി. അതെ, തല്ലായിരുന്നു വാങ്ങിക്കാതിരുന്നാ കൊള്ളാം. തല്ലെരന്നും വാങ്ങിക്കാം, നിന്നും വാങ്ങിക്കാം, കിടന്നും വാങ്ങിക്കാം. മിക്കവാറും നീയാ വാങ്ങിക്കുന്നത്. ഒന്ന് കരുതിയിരുന്നോ? ഇയാൾക്ക് ഇതെന്താ പറ്റി? ഇയാളായിരിക്കും ആ മോര് കുടിച്ചത്. മോര് കുടിക്കുന്നവർ ഈ രീതിയിലൊക്കെ ആവുന്നല്ലേ വൈദ്യരെന്ന് പറഞ്ഞത്. കാർത്തു അരുണൊക്കെ ആയിട്ട് ഇയാള് ശത്രുതയിലാ.
അതുകൊണ്ട് അങ്ങോട്ട് കയറി ചെല്ലാൻ സാധ്യതയില്ല. ആര് പറഞ്ഞു ഇല്ലെന്നു? അവിടെ പോയി ഇയാള് പരോളിന് വന്നപ്പോ ആഹാരം കഴിച്ചെന്ന് അമ്മായി പറഞ്ഞല്ലോ. ഹലോ, കണ്ണനൊന്ന് കൊടുക്കൂ. കണ്ണേട്ടൻ ഇവിടെ ഇല്ലല്ലോ. ഇല്ലേ? പിന്നെ കണ്ണൻ മൊബൈൽ എടുക്കാതെ പോയോ? ആരാ പവിത്രേ? വന്നു, കൊടുക്കാം. ഹലോ, എന്ത് വേണം? അവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞതല്ലേ? അതെ, അപ്പൊ തന്നെ നിങ്ങളോട് എല്ലാവർക്കും എന്തുമാത്രം വിരോധമുണ്ടെന്ന് മനസ്സിലാക്കണം. കണ്ണന്റെ ഭാര്യയല്ലേ എടുത്തത്? അതെ, എന്താ? അല്ല, അവർക്കെല്ലാം അറിയാമോ? ഇതൊക്കെ എന്തിനാ നിങ്ങൾ അറിയുന്നേ? അവനോട് ഞാൻ സംസാരിക്കാടാ, വേണമെങ്കിൽ പറയാം. പവിത്രേ, ഈ വിളിച്ചവനല്ലേ ഇപ്പൊ അരുണിന്റെ കുടുംബത്ത് പ്രശ്നം ഉണ്ടാക്കുന്നത്? അതെ, അയാളൊരു ശല്യമായി തീർന്നിരിക്കുക. ഈ പപ്പനും കണ്ണനും കൂടെ വിചാരിച്ച അവനെ അങ്ങ് അടിച്ചൊതുക്കിക്കൂടെ? എങ്ങനെ ഒതുക്കും അമ്മേ? ഈ പറയുന്ന ജീവൻ ദീപന്റെ ഏട്ടനാ. അവനെ കൊള്ളരുതാത്തവനാ, പിന്നെ അവന്റെ ചേട്ടന്റെ കാര്യം പറയണോ? ദീപന് കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. അതുകൊണ്ടാ അന്യന്റെ ഭാര്യ അവന്റെ കുഞ്ഞിനെ പറയാൻ പോകുന്നത്. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട എന്റെ പവിത്രേ. നിങ്ങളോട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ വിളിക്കുന്നത്? കണ്ണ, സ്വന്തം മകൾ ജീവിച്ചിരിക്കുന്നറിയുന്ന ഒരു അച്ഛന്റെ ആകാംക്ഷയും വേദന എത്രയാന്ന് തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത്രയും നാളില്ലാത്ത ആകാംക്ഷയും വേദനയൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് എതിരാ. അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഇത്രയും നാൾ ഞാനിവിടെ ഇല്ലായിരുന്നു. പക്ഷേ അപ്പോഴും മകളെ കാണാനുള്ള ആഗ്രഹം അടക്കി വയ്ക്കുകയായിരുന്നു. അത് നാട്ടിൽ വന്നപ്പോ 100 ഇരട്ടിയായി വർദ്ധിച്ചു. ഞാൻ അവളുടെ മേല് അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കില്ല എന്ന് പറഞ്ഞല്ലോ. ദൂരെ നിന്നെങ്കിലും എനിക്കെന്റെ മോളെ ഒന്ന് കണ്ടാ മതി. അങ്ങനെ ഒരു മകൾ ഉണ്ടെങ്കിലല്ലേ കാണാൻ പറ്റൂ. എന്തിനാ കണ്ണ ഇത് തന്നെ ആവർത്തിക്കുന്നത്? നിങ്ങളുടെ അനിയനെല്ലാം അറിഞ്ഞു കഴിഞ്ഞല്ലോ. അവനോട് നിങ്ങൾ ചോദിച്ചില്ലേ അവനൊരു മകളുണ്ടോന്ന്? അവനിപ്പോ എന്നെക്കാൾ സ്നേഹം നിങ്ങളോടൊക്കെയാ. അങ്ങനെയുള്ളപ്പോ നിങ്ങൾ പറയുന്നേ അവൻ കേൾക്കൂ. ദയവ് ചെയ്ത് ഈ വിഷയം പറഞ്ഞോട്ട് എന്നെ വിളിക്കരുത്, കാണാൻ ശ്രമിക്കരുത്. എന്റെ അറിവിലെ അനാഥയായ ഒരു പെൺകുട്ടിയില്ല. നിങ്ങളുടെ മകളാണെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചത്. എനിക്കിനി നിങ്ങളോട് സംസാരിക്കാനൊന്നുമില്ല. വെക്ക ഫോൺ. എനിക്ക് കൂടുതലൊന്നും പറയാനില്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ വെക്കുക. ഹലോ, നിന്നോടാരും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ആരും പറഞ്ഞില്ല. ഞാൻ പെട്ടെന്നങ്ങ് പൊക്കോളാം. ദയവേത് എന്റെ ചോദ്യത്തിന് മറുപടി തരണം. ഇറങ്ങടാ പുറത്ത്. എന്റെ വീട്ടിനകത്ത് നിന്ന് ഇറങ്ങാൻ. എന്നെ അടിക്കണമെങ്കിൽ അടിച്ചോ, കൊല്ലണമെങ്കിൽ കൊന്നോ. പക്ഷേ ഞാനിപ്പോ തേടി കിടക്കുന്ന ഒരാളുണ്ട്. ആ ആളിനെ കണ്ടെത്താൻ വേണ്ടി അലഞ്ഞു തിരിയുക, ഭ്രാന്തനെ പോലെ. പേ പിടിച്ച നായ്ക്കളെ പോലെ പറ. അങ്ങനെയെങ്കിൽ അങ്ങനെ. പക്ഷേ എനിക്ക് എന്റെ മകൾ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞേ പറ്റൂ. നിന്റെ മോളോ? ഏത് മോള്? നിനക്കിവിടെ ഏത് മോളാ ഉള്ളത്? എന്റെ വീട്ടിലേക്ക് നീ കേറി വന്നത് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാനല്ലേ? എന്റെ ഭർത്താവിലും മകളിലും തെറ്റിദ്ധാരണ പരത്താനല്ലേ? ഒരിക്കലും അല്ല. ഞാൻ എല്ലാവരോടും തിരക്കി എന്റെ മകൾ അവിടെ ഉണ്ടെന്ന്. കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആരും ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ടാ എന്തും വരട്ടെ നേർത്തി ഞാൻ ഇവിടേക്ക് വന്നത്. അങ്ങനെ നീ കേറി വന്നപ്പോ എനിക്കൊരു കുടുംബം ഉണ്ടെന്ന് നീ ചിന്തിച്ചില്ലേ? ഇവിടെ ഒരു ഭർത്താവും മകളും ഉണ്ടെന്ന് നീ ചിന്തിച്ചില്ലേ? ഒരു മകളെ നീ കയ്യിലെടുത്തു. ഇനി ഈ വീട്ടിലെ സമാധാനം തല്ലിക്കെടുത്തണം. ഈ വീട്ടിലുള്ളവർ തമ്മി തല്ലണം. അതല്ലേ നിന്റെ ഉദ്ദേശം? ഞാൻ ഇറങ്ങി പോകുന്നുണ്ടോ? ആരാ അമ്മ?
നീ എന്തിനാ മഞ്ജു ഇങ്ങനെ നിരാശപ്പെടുന്നത്? നമ്മൾ ചെയ്യാവുന്നതൊക്കെ ചെയ്തു, പക്ഷേ ഭാഗ്യം അവൾക്കൊപ്പമായി പോയി. എപ്പോഴും ഭാഗ്യം അവൾക്കൊപ്പം തന്നെയാ. ഒരിക്കലും അത് നമ്മളെ തുണയ്ക്കില്ല. ആദ്യം അമ്മ കൊല്ലാൻ നോക്കി, പിന്നെ ഞാനും മാളും നോക്കി. അവിടുത്തെ എല്ലാം അവളെ രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, കൊല്ലാൻ നിന്നവരിൽ ഞാൻ ഒഴിച്ച് എല്ലാവരും അവളുടെ ഫാനായിട്ട് മാറി. വല്ലാത്തൊരു ജാതകം തന്നെ അവളുടെ. അതുകൊണ്ട് ഇനി എന്താ നിന്റെ തീരുമാനം? എന്താ ചെയ്യേണ്ടതെന്ന് അനന്തോട്ട് തന്നെ പറ. സ്വത്തുക്കൾ മുഴുവൻ കൈവിട്ടു പോകുന്ന അറിഞ്ഞപ്പോ മുതല് നിന്നെക്കാളും വെറുപ്പായി എനിക്ക് അവളോട്. അതുകൊണ്ട് ഇനി മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടില്ല. എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാ അകത്ത് കയറി മോരിൽ മരുന്ന് കലർത്തിയത്. അതെല്ലാം പാഴ്വേലയായി പോയല്ലോ അനന്തോട്ട. നിരാശപ്പെടരുത്, ഇനി അവസരമുണ്ടല്ലോ. നമ്മളിപ്പോ 2-3 തവണ കാർത്തൂനെ കാണാൻ പോയി. അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് നമ്മോടുള്ള വിശ്വാസം കൂടി കാണും. അതാണ് മുതലെടുക്കേണ്ടത്. അടുത്ത നമ്മുടെ പോക്ക് അവിടേക്കുള്ള അവസാന പോക്കായിരിക്കും. അതോടെ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. എന്റെ ആത്മവിശ്വാസമൊക്കെ ചോർന്നു പോയതുപോലെ ഏത് നേരവും പൂജാമുറി അമ്പലമൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരുത്തിയ. അതുകൊണ്ടാ ദൈവങ്ങളൊക്കെ അവളുടെ കൂടെ തുണയായിട്ട് നടക്കുന്നത്, നിഴലായിട്ട്. ദൈവത്തിന്റെ കാര്യം പറഞ്ഞ് നമ്മൾ നമ്മുടെ കർമ്മം മുടക്കണ്ട. നമുക്ക് അവകാശപ്പെട്ടതൊന്നും ആർക്കും നമ്മൾ വിട്ടുകൊടുക്കില്ല മഞ്ജു. അരുൺ അന്ന് പെണ്ണ് കണ്ടു വന്നപ്പോ നമ്മൾ ആഗ്രഹിച്ചെന്താ? നമുക്ക് താഴെ നിൽക്കുന്ന ഒരു അത്യാഗ്രഹമില്ലാത്ത പെൺകുട്ടി ഇവിടെ വരണം. അവനേക്കാൾ കൂടുതൽ സ്വത്ത് നമുക്ക് കിട്ടണം. നമുക്ക് താഴെയുള്ളവള് തന്നെ ഇവിടെ കയറി വന്നത്. പക്ഷെ അവള് അതിബുദ്ധിയുള്ളവളായി പോയി.